അങ്ങനെ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞൊക്കെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ആദ്യം ഗ്രീൻ പീസ് കറി അടുപ്പത്ത് വെക്കുകയാണ്. ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അത് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാളയും ഒരു കിഴങ്ങും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 കാന്താരി മുളകും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. പിന്നെ ഞാൻ നൂൽപുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേനും. അങ്ങനെ നമ്മളെ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഇന്ന് ഇഡ്ഡലിത്തട്ടിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നൂൽപുട്ടൊക്കെ വേഗം പീച്ചെടുക്കുന്നുണ്ട്. നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പം എളുപ്പമാണ്, പെട്ടെന്ന് തീരും. അപ്പോൾ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണിക്കണതല്ലേ. അങ്ങനെ നൂൽപുട്ടൊക്കെ പീച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളെ നൂൽപുട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ 2 തട്ടാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരുപാട് നൂൽപുട്ട് ഉണ്ടാവും. പിന്നെ നമ്മളെ സോയാബീനൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് പിഴിഞ്ഞ് അതിക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനും. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചട്ടിക്ക്. പിന്നെ അത് അതിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ സോയാബീനിൽ നല്ലോണം എണ്ണ കുടിക്കും. ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ടെങ്കിലും അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ നമ്മൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ ആ കിഴങ്ങൊക്കെ ചേർത്തതുകൊണ്ട് കറിക്ക് തേങ്ങ അരച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ കറിയൊക്കെ തൂമിച്ചൊക്കെ റെഡിയാക്കി. അപ്പോൾ നൂൽപുട്ടും തന്നെ ഞാനിത് ആ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നൂൽപുട്ട്. പിന്നെ ചോറും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ചോറൊക്കെ വന്ന് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സോയാബീനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചായയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേനും. അപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ബീട്രൂട്ട് തോരന്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ചിഞ്ചുമോൾക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചിഞ്ചുമോൾക്ക് 7:40 കേട്ടോ ബസ്. അപ്പോൾ ഒരു 7:15 7:20 ആകുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ റെഡി ആവണം. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ ബസ് സ്റ്റോപ്പൊക്കെ കുറച്ച് പോവാണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന്. അപ്പോൾ ഞാൻ ഓളെ കൊണ്ടാക്കി കൊടുത്തു. അങ്ങനെ വന്ന് പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ആകെ അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ മുറ്റടിച്ചു വാരാണ്ടേന്. മുറ്റത്ത് പിന്നെ വലിയ കച്ചറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റാണ് കേട്ടോ മുറ്റം അടിച്ചു വാരിയത്. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരി അതിൻ്റെ ഇടയിൽ നമ്മളെ റിച്ചുകുട്ടൻ്റെയും ഐഫക്കുട്ടിൻ്റെയും ബസ്സൊക്കെ വന്നവർ പോയി.